വചനമൊഴി ജനുവരി 23. വചനഭാഗം 1 കോറിന്തോസ് 9:24-27, മർക്കോസിന്റെ സുവിശേഷം 10:17-22. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവനോടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈശോ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. ഈശോ അവനെ നോക്കി സ്നേഹം തോന്നി അവനോട് പറഞ്ഞു, ഒരു കാര്യം നിനക്ക് കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം മൂലം മുഖം വാടി അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിത്യജീവൻ നേടാൻ എന്തു ചെയ്യണമെന്ന് ഒരുവൻ ഈശോയോട് ചോദിക്കുന്ന കാര്യമാണ് നാം ശ്രവിച്ചത്. ഈശോ അവനോട് പറയുന്നത് കൽപ്പനകൾ പാലിക്കുക. അവനൊരു നല്ല യഹൂദനായിരുന്നിരിക്കണം. അവൻ ഈശോയോട് പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട്. കൽപ്പനകൾ പാലിച്ചാൽ, ജീവിത കടമകൾ നിർവഹിച്ചാൽ നിത്യജീവൻ നേടാം എന്നാണ് ഈശോ പറയുന്നത്. എന്നാൽ ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി ഉയർന്നതാണ്. കടമകൾക്കപ്പുറം നന്മ ചെയ്യുകയാണ് മിശിഹായെ അനുഗമിക്കുക. ഈശോ ആ മനുഷ്യനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. കടമകൾ നിർവഹിക്കുന്നത് നിത്യജീവൻ നേടുവാനായിട്ട്, നിയമങ്ങൾ പാലിക്കുന്നത് നിത്യജീവൻ നേടുവാനായിട്ടുള്ള മാർഗമാണ് എങ്കിൽ നിത്യജീവന്റെ ദാതാവായ മിശിഹായെ അനുഗമിക്കുക കടമകൾക്കപ്പുറം നന്മ ചെയ്തുകൊണ്ട്. അത് മിശിഹായുടെ ദൗത്യം തുടരുകയാണ്. മിശിഹായുടെ ദൗത്യം തുടരുന്നത് മിശിഹ നൽകുന്ന സുവിശേഷം ലോകത്തിന് മുഴുവൻ നൽകുവാനായിട്ടാണ്. പ്രകാരം മിശിഹായുടെ ദൗത്യം തുടരുന്നതിന് കടമകൾക്കപ്പുറം നന്മ ചെയ്ത് ജീവിക്കണം എന്ന കാര്യമാണ് ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വിശുദ്ധ വചനത്തെ സ്വീകരിക്കുകയും കടമകൾക്കപ്പുറം നന്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ പ്രാർത്ഥിക്കുകയും ചെയ്യാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.